മോർണിംഗ് ടാസ്കിനിടയിലേ പലർക്കും ഇന്ന് വിഷയമായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം മറക്കാനാവാത്തതും വേദനിപ്പിക്കുന്നതുമായ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവരോട് ക്ഷമിക്കുവാനും മാപ്പ് ചോദിക്കാനും ഒക്കെയുള്ള സന്ദർഭമാണ് ബിഗ് ബോസ് കൊടുത്തത്. അത് മത്സരാർത്ഥികൾ പലരും വന്നു, അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു, അങ്ങനെ പോയി. പക്ഷെ അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജിൻഡോ വന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ജിൻഡോ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ഉള്ള മത്സരാർത്ഥികൾ പലർക്കും എന്നെ ഇഷ്ടമല്ല. പക്ഷെ ഒരാൾക്ക് എന്നോട് വളരെയധികം ദേഷ്യമുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ടവർ ടാസ്ക് കളിച്ചപ്പം അർജുൻ എന്നെ ഒത്തിരി ഉപദ്രവിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എനിക്ക് പെടലിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇവർക്ക് എല്ലാവർക്കും ഒരു പരിഹാസമായിരുന്നു എന്നോട്, കോമഡി കേൾക്കുന്ന പോലായിരുന്നു. പക്ഷെ ഒരാളുടെ മുഖത്ത് മാത്രം കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു. അത് ഗബ്രിയുടെ മുഖമാണ്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവനെ എന്നോട് ഇത്ര ദേഷ്യം തോന്നാനുള്ള കാരണം എന്താ. ഇവനോടൊന്നും പ്രത്യേകിച്ച് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യം വന്നിടയ്ക്ക് ഇവൻ്റെ ഷർട്ടൊക്കെ ഊരി ബോഡിയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിൻ്റെ ബോഡിയൊക്കെ ഒന്ന് ശരിയാക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ എനിക്കെതിരെ പറഞ്ഞത് എൻ്റെ സ്ഥാപനത്തെ തകർക്കും, എനിക്കുള്ള എതിരെ വേറെ അനാവശ്യമായ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. അത് നമുക്ക് അറിവുള്ളതാണ്. പിന്നെ ലാലേട്ടൻ എന്തിനാ ജിൻഡോ ബോഡിയെ തൊട്ടത്, അദ്ദേഹത്തിൻ്റെ ബോഡിയെ തൊടുന്നത് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയല്ലേ എന്നൊക്കെ പറഞ്ഞതും ഗബ്രിയെ കളിയാക്കിയതും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജിൻഡോ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഞാൻ 12 അടി മണ്ണാണ് എന്നെ കുഴിച്ചിടാൻ വേണ്ടി വേണത്. 2 വശത്തും 6 അടി കഴിഞ്ഞ് 2 വശത്തും ഇച്ചിരി മണ്ണിട്ടേക്കും. കാരണം 2 കൈകളും പുറത്തേക്കിടാനാണ്. കാരണം നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, നമ്മളൊന്നും നേടിയതൊന്നും ഇവിടെ എല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കുറച്ച് തത്വങ്ങളുമൊക്കെ പറഞ്ഞാണ് ജിൻഡോ പറയുന്നത്. അപ്പം ജിൻഡോ പറയുന്നു, എന്തിനീ വിദ്വേഷങ്ങളും ഒക്കെ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം എന്ന് ചോദിക്കുന്ന ജിൻഡോയെ നമ്മൾ കണ്ടു. അപ്പം കൈകൂപ്പി പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞാണ് ജിൻഡോ സംസാരിച്ചത്. ഇത് തന്നെയാണ് റസ്മിനും ഏകദേശം പറയുന്നത്. ഗബ്രി പലപ്പോഴും ആരോടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് റസ്മിനും പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഗബ്രിക്ക് ഇത് വല്ല മാറ്റം വന്നോ എന്ന് ചോദിച്ചാൽ ഗബ്രി പറഞ്ഞത്, ജിൻഡോയുടെ പല രീതികളും ഞാൻ ഇനിയും പുറത്തെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ശവത്തെ കുത്തി അങ്ങനെയൊക്കെയുള്ള ചില ഡയലോഗുകളാണ് ഗബ്രിയുടെ നിന്ന് വന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഗബ്രിയെ സംബന്ധിച്ച് ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ ദേഷ്യം സ്ഥായിയായി നിൽക്കും. എനിക്ക് തോന്നുന്നു അതില്ലാത്തത് ജാസ്മിനോടാണെന്ന് മാത്രമേ. പക മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഒരിക്കൽ പോലും ആ മുഖം ഒന്ന് ചിരിച്ചതായിട്ട് ഞാൻ ബിഗ് ബോസിൽ വന്നതിന് ശേഷം കണ്ടിട്ടേ ഇല്ല. പലപ്പോഴും നിസ്സംഗഭാവമായിരിക്കും, അല്ലെങ്കിൽ ഒരു വൈരാഗ്യമായിരിക്കും. കണ്ണുകളൊക്കെ അങ്ങ് തുറച്ചു നോക്കി, ഗെയിമിലൊക്കെ പ്രത്യേകം നമുക്കറിയാൻ പറ്റും ഇപ്പം ശരിയാക്കി കളയും എന്നുള്ള ചിന്താഗതി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഗബ്രി. സാധാരണ ഗെയിമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മറക്കുകയും ക്ഷമിക്കുകയും ചിരിച്ചുകൊണ്ട് കൈ കൊടുക്കുന്നതൊക്കെ കാണാം. പക്ഷെ ഗബ്രിയിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം നമ്മൾ കണ്ടിട്ടേ ഇല്ല. അത് തന്നെയാണ് ഗബ്രിയുടെ സ്ഥായിയായ സ്വഭാവം. ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുന്നത്, ആ സ്വഭാവം തന്നെയാണ്. ജിൻഡോ ഇത്രയും പറഞ്ഞിട്ടും ഗബ്രി മാറാനൊന്നും പോകുന്നില്ല എന്ന് ആ മോർണിംഗ് ടാസ്കിൽ തന്നെ അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രസകരം.